ഇനി അൻവർ എന്തു ചെയ്യും? സ്വാഭാവികമായ ചോദ്യമാണ്. ഇനിയും ചില ഗീർവാണങ്ങളുമായി രംഗത്തിറങ്ങും. പക്ഷേ ഇത്തരം അവകാശവാദങ്ങളൊക്കെ വെറും ഗീർവാണങ്ങളാണ് എന്ന് കൃത്യമായി തെളിയുമെന്ന് തീർച്ച. ഇന്ന് രാവിലെയും മറുനാടനെതിരെ പൊട്ടിത്തെറിച്ച വികാരം കൊണ്ട് മറുനാടൻ 2 കോടി രൂപ ADGPക്ക് കൊടുത്തു എന്ന് അൻവർ പറഞ്ഞു നിർത്തിയെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുനാടനെ വേട്ടയാടാൻ എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടും അത് നിഷേധിക്കുന്നു. ആ വിവരം അന്വേഷിച്ചു, ഒരു തരത്തിലും അതിന് സാധ്യതയില്ല എന്ന് തീർത്തു പറയുന്നു മുഖ്യമന്ത്രി. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ അജിത് കുമാറാണ് അതിന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന്. പക്ഷെ എന്റെ പരിശോധനയിൽ അങ്ങനെ ഒരു വസ്തുത എന്റെ ബോധ്യത്തിലില്ല. അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത്രയേറെ പിന്തുണച്ചിട്ടും 24-ന്റെയോ റിപ്പോർട്ടർ ചാനലിന്റെയോ പോലും പേര് പിണറായി വിജയൻ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മതയോടെ സംസാരിക്കുന്ന പിണറായി മറുനാടിന്റെ പേര് 2 തവണ എടുത്തു പറഞ്ഞു എന്നത് തീർച്ചയായും സന്തോഷകരമാണ്.